Module 2 Partial Derivatives. ഇതിൽ വരുന്ന പോർഷൻസ് partial derivatives of functions of more than two variables, higher order partial derivatives, differentiability, differentials and local linearity, chain rule, maxima and minima of functions of two variables, extreme value theorem and relative extrema. ഇത്രയും പോർഷൻസ് ആണ് ഇതിൽ വരുന്നത്. ഇതൊരു ഈസി ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ്. ഇത് പക്ഷേ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നാനുള്ള കാരണം നമുക്ക് ഇതിനെപ്പറ്റിയുള്ള ബേസിക് കൺസെപ്റ്റ് അറിയാത്തതുകൊണ്ടാണ്. അതിലും ബേസിക്കായിട്ട് അറിയേണ്ട കാര്യം ഡെറിവേറ്റീവ് ഫോർമുലാസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അതിൽ യൂസ് ചെയ്യുന്ന റൂൾസ്, ചെയിൻ റൂൾ, പ്രോഡക്റ്റ് റൂൾ, കോഷ്യൻ റൂൾ, ഇതിന് യൂസ് ചെയ്യുന്ന റൂൾസൊക്കെ കൃത്യമായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ ഈ മൊഡ്യൂൾ നല്ല ഈസിയാണ്. അബൌട്ട് 15 ഡിഫറൻസിയേഷൻ ഫോർമുലാസ് നമ്മൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കണം. d by dx of x, d by dx of a constant into x, d by dx of x raised to n, cos x, sin x, tan x അങ്ങനെയുള്ള ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ എല്ലാം ഡെറിവേറ്റീവ്സ് അറിഞ്ഞിരിക്കണം. log x, e raised to x and a raised to x and ഇൻവേഴ്സ് ട്രിഗണോമെട്രിയുടെ ഡെറിവേറ്റീവ്സ്, ഇതൊക്കെയാണ് ബേസിക്കായിട്ട് നമ്മൾ ഈ പാർഷ്യൽ ഡെറിവേറ്റീവിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡിഫറൻസിയേഷൻ ആയാലും പാർഷ്യൽ ഡിഫറൻസിയേഷൻ ആയാലും നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് റൂൾസാണ് പ്രോഡക്റ്റ് റൂൾ ആൻഡ് കോഷ്യൻ റൂൾ. പ്രോഡക്റ്റ് റൂൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ രണ്ട് ഫംഗ്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്തേക്കാണ്, അതിൻ്റെ ഡെറിവേറ്റീവാണ് എടുക്കേണ്ടതെങ്കിൽ സെക്കൻഡ് നമ്പർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. അതൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. അതുപോലെ തന്നെ കോഷ്യൻ റൂൾ എന്ന് പറയുന്നത് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ. സോ അത് നമ്മൾ ചെയ്യുന്നത് ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഇങ്ങനെയാണ് കോഷ്യൻ റൂൾ വരുന്നത്. ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് ഫംഗ്ഷൻസ് ഓഫ് ടു വേരിയബിൾസ്. രണ്ട് വേരിയബിൾസ് വരുന്ന ഫംഗ്ഷൻസിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക എന്നുള്ളതാണ്. എന്താണ് രണ്ട് വേരിയബിൾസ് വരുന്ന ഫംഗ്ഷൻ എന്ന് നോക്കാം. ഇതാണ് അതിനൊരു ജനറൽ ടേം എന്ന് പറയുന്നത്. ഇസഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ വൈ. എക്സും വൈയും വേരിയബിൾ വരുന്ന ഒരു ഫംഗ്ഷനാണ് ഇസഡ് എന്ന് പറയുന്നത്. ഇസഡിനെ നമ്മൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്നും എക്സ് വൈയെ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്നാണ് പറയുന്നത്. പാർഷ്യൽ ഡെറിവേറ്റീവ് എന്താണെന്ന് നോക്കാം. അതായത് ഇപ്പോൾ ഒരു ഫംഗ്ഷൻ എക്സ് വൈ വേരിയബിൾ വരുന്നൊരു ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുക്കുകയാണ്, വൈ ആസ് കോൺസ്റ്റൻറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഡോ എഫ് ബൈ ഡോ എക്സ് ആണ്. എപ്പോഴും ഡോ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, പാർഷ്യൽ ഡെറിവേറ്റീവിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ എഫ് സഫിക്സ് എക്സ് എന്നും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എഫ് സഫിക്സ് എക്സ് രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെ ആ ഫംഗ്ഷനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഡെറിവേറ്റീവ് എടുക്കുന്നത്. എക്സിനെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് ഡോ എഫ് ബൈ ഡോ വൈ, അതായത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു വൈ, അല്ലെങ്കിൽ അതിനെ എഫ് സഫിക്സ് വൈ എന്നും പറയാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫൈൻഡ് എഫ് എക്സ് ഓഫ് എക്സ് കൊമ വൈ ആൻഡ് എഫ് വൈ ഓഫ് എക്സ് കൊമ വൈ. വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക, വിത്ത് റെസ്പെക്ട് ടു വൈ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. ഫോർ എഫ് ഓഫ് എക്സ് കൊമ വൈ ഫംഗ്ഷൻ തന്നിട്ടുണ്ട് 2x ക്യൂബ് വൈ സ്ക്വയർ പ്ലസ് 2y പ്ലസ് 4x. അതുപോലെ തന്നെ കമ്പ്യൂട്ട് എഫ് എക്സ് ഓഫ് 1,3യും എഫ് വൈ ഓഫ് 1,3യും ചോദിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് എഫ് എക്സ് ഓഫ് എക്സ് കൊമ വൈ, ദാറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുക്കാം. ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എഫ് എക്സ് ഓഫ് എക്സ് കൊമ വൈ എന്ന് പറയുന്നത് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെന്നുണ്ടെങ്കിൽ വൈ എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ ഈ ഫംഗ്ഷനിലെ എല്ലാ വൈയും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ ടേം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 2 ഓൾറെഡി കോൺസ്റ്റൻ്റ് ആണ്, ഒരു നമ്പർ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. വൈ സ്ക്വയറും കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, എക്സ് ക്യൂബ്, എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ ആയിരിക്കും കാണുന്നത്? എക്സിന് ഒരു പവർ വരുവാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എന്നിൻ്റെ ഫോർമുല എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 ആണ്. അപ്പോൾ 2 വൈ സ്ക്വയർ കോൺസ്റ്റൻ്റ് ആകുമ്പോൾ എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സ് റേസ് ടു എൻ ഫോമാണ്, അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 ആണ്. സോ എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് അപ്പോൾ എന്തായിരിക്കും, 3x റേസ് ടു എൻ മൈനസ് 1, 3 മൈനസ് 1 3x സ്ക്വയർ ആയിരിക്കും. സോ ഫസ്റ്റ് ടേമിൽ 2y സ്ക്വയർ നമ്മൾ കോൺസ്റ്റൻ്റ് ഇട്ടു, എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ എന്ന് വരും. അതുപോലെ നെക്സ്റ്റ് ടേം നോക്കുക, 2y ആണെന്നുണ്ടെങ്കിൽ എന്താ, വൈയും കോൺസ്റ്റൻ്റാണ്, 2 ഒരു നമ്പറും കോൺസ്റ്റൻ്റാണ്. കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് എന്തായിരിക്കും, 0 ആയിരിക്കും. നെക്സ്റ്റ് 4x ആണ്. 4x എന്ന് പറഞ്ഞാൽ നേരത്തെ ഫോർമുലയിൽ കിടക്കുന്ന പോലെ എ എക്സിൻ്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് എ എക്സ്, ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു എക്സ് ആണ് ഡെറിവേറ്റീവ് എടുക്കുന്നതെങ്കിൽ ആ കോൺസ്റ്റൻ്റ് ആയിരിക്കും ആൻസർ വരുന്നത്. സോ കോൺസ്റ്റൻറ്റ് ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് ആ കോൺസ്റ്റൻറ്റ് തന്നെ ആയിരിക്കും, 4 തന്നെ ആയിരിക്കും. സോ 2 × 3 6,
എക്സ് സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് 4. അപ്പം എഫ് എക്സ് ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുന്നത് 6x സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് 4 എന്ന് വരും. നമ്മുടെ ചോദിച്ചിട്ടുണ്ട് എഫ് എക്സ് ഓഫ് 1,3 ചെയ്യാനായിട്ട്. അപ്പോൾ എഫ് എക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. അതിനകത്ത് 1,3 എക്സിന് പകരം 1ഉം വൈക്ക് പകരം 3യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം, ആൻസർ കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിനി എഫ് വൈ ചെയ്യണം. എഫ് വൈ എന്ന് പറഞ്ഞാൽ എന്താ, സെയിം ഫംഗ്ഷൻ്റെ തന്നെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റീവ് എടുക്കുന്നു. അപ്പോൾ അവിടെ എന്തായിരിക്കും, എക്സ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ 2ഉം എക്സിൻ്റെ ടേം എക്സ് ക്യൂബും ആണ് വരുന്നത്, അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദെൻ വൈ സ്ക്വയർ, വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് വൈ റേസ് ടു എൻ ഫോം അല്ലേ. അപ്പോൾ എന്തായിരിക്കും, എൻ വൈ റേസ് ടു എൻ മൈനസ് 1, ദാറ്റ് ഈസ് വൈ സ്ക്വയർ ആകുമ്പം 2y റേസ് ടു 2 മൈനസ് 1 തന്നെ ആയിരിക്കും. 2y ആയിരിക്കും ഡെറിവേറ്റീവ് വരുന്നത്. ആൻഡ് അടുത്തതെന്ന് പറഞ്ഞാൽ 2yയുടെ ഡെറിവേറ്റീവ് ഒരു ഫംഗ്ഷനും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആ കോൺസ്റ്റൻ്റ് ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്, ദാറ്റ് ഈസ് 2. 4x എന്ന് പറയുന്നത് എന്താ, ഇവിടെ വിത്ത് റെസ്പെക്ട് ടു y എടുക്കുമ്പോൾ എക്സ് വരുന്ന എല്ലാം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 4x കോൺസ്റ്റൻ്റ് ആണ്, കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. അങ്ങനെയാണ് ആൻസർ ഇങ്ങനെ വരുന്നത്. സോ സോൾവ് ചെയ്യുമ്പോൾ 4x ക്യൂബ് y പ്ലസ് 2 എന്ന് കിട്ടും. പിന്നെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട് എഫ് വൈ ഓഫ് 1,3 ചെയ്യാനായിട്ട്. സോ എക്സിന് പകരം 1ഉം വൈക്ക് പകരം 3യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ആൻസർ 14 എന്ന് കിട്ടും. ഇങ്ങനെയാണ് പാർഷ്യൽ ഡെറിവേറ്റീവ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് എഫ് എക്സ് ഓഫ് 4,-5 ആൻഡ് എഫ് വൈ ഓഫ് 4,-5 for f of x, y is equal to 3xy plus x square plus y minus 1. നേരത്തെ അതേ മെത്തേഡിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്, ഫംഗ്ഷൻ എടുത്തെഴുതി. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ y കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, എക്സ് റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് എന്താ, എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 ആണ്. സോ എക്സ് റേസ് ടു 2ൻ്റെ ഡെറിവേറ്റീവ് 2x റേസ് ടു 2 മൈനസ് 1 2x എന്ന് വരും. അതുപോലെ നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് 3xy ആണ്. അതിൽ 3യും വൈയും കോൺസ്റ്റൻ്റ് ആണ്, എക്സ് മാത്രമേ ഉള്ളൂ വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുന്നതുകൊണ്ട്. സോ ഏതെങ്കിലും കോൺസ്റ്റൻറ്റ് ഇൻറ്റു എക്സ് ആണ് ഡെറിവേറ്റീവ് വരുന്നതെങ്കിൽ എന്തായിരിക്കും ആൻസർ വരുന്നത്, ആ കോൺസ്റ്റൻറ്റ് തന്നെ ആയിരിക്കും. അത് ആ ഫോമുലയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു വേരിയബിൾ, എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു വേരിയബിളാണ് ചെയ്യുന്നതെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. അതുപോലെ 3y ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്കും 3y ആയിരിക്കും ആൻസർ വരുന്നത്, കോൺസ്റ്റൻ്റ് ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. y ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0 വരും, -1ഉം ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 0 വരും. സോ ആൻസർ 2x പ്ലസ് 3y ആയിരിക്കും വരുന്നത്. സെയിം തന്നെയാണ് വൈയിലും ചെയ്യുന്നത്. വിത്ത് റെസ്പെക്ട് ടു y ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്കും എക്സ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ ഈ ഒരു ടേമിൽ എക്സ് സ്ക്വയർ ആണ് ഫസ്റ്റ് ടേം, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. 3xyയിൽ 3x കോൺസ്റ്റൻറ്റും y വേരിയബിളും ആണ്. സോ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്കും 3x ആയിരിക്കും ആൻസർ ആയിട്ട് വരിക, കോൺസ്റ്റൻ്റ് ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ആയിരിക്കും. അത് ഫോമുലയിൽ പറഞ്ഞിട്ടുണ്ട്. എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് എടുക്കുന്നതെങ്കിൽ 1 ആയിരിക്കും. അപ്പോൾ വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y ആണ് എടുക്കുന്നതെങ്കിൽ എന്തായിരിക്കും, 1 ആയിരിക്കും. സോ -1 കോൺസ്റ്റൻ്റ് ആണ്, ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0 ആവും. സോ ആൻസർ വരുന്നത് 3x പ്ലസ് 1 ആണ്. നേരത്തെ ചെയ്ത പോലെ ഫംഗ്ഷൻ 4,-5 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുമ്പോൾ ആൻസർ 13 എന്ന് കിട്ടും. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ആൻഡ് ഡോ ഇസഡ് ബൈ ഡോ വൈ. ക്വസ്റ്റ്യൻ ഇങ്ങനെയും വരാം. ഇസഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുക്കണം, വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റീവ് എടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എക്സ് റേസ് ടു 4 സൈൻ ഓഫ് എക്സ് വൈ ക്യൂബാണ് വന്നിരിക്കുന്നത്. അതായത് ഇത് നമ്മൾ ചെയ്യുന്നത് ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു റൂൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് എക്സ് റേസ് ടു 4 ഉണ്ട്, പിന്നെ സൈൻ എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. സൈൻ്റെ ഫംഗ്ഷനകത്ത് തന്നെ എക്സ് വൈ ക്യൂബ് വന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ചെയ്യേണ്ടത്. സോ ഞാൻ ഡോ ഇസഡ് ബൈ ഡോ എക്സ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എക്സ് റേസ് ടു 4 സൈൻ ഓഫ് എക്സ് വൈ ദ ഹോൾ ക്യൂബ് എന്ന് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇത് എന്ത് റൂളാണ്, പ്രോഡക്റ്റ് റൂൾ വെച്ചിട്ട് വേണം ചെയ്യാൻ. കാരണം എന്താ, എക്സ് റേസ് ടു 4 ഇൻറ്റു സൈൻ ഓഫ് എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. സോ പ്രോഡക്റ്റ് റൂൾ എന്ന് പറയുന്നത് എന്താണ്, ഇതാണ് പ്രോഡക്റ്റ് റൂൾ. ഡി ബൈ ഡി എക്സ് ഓഫ് യു വി is equal to v into d by dx of u plus u into d by dx of v. അതായത് ഫസ്റ്റ് എഴുതിയിരിക്കുന്ന സെക്കൻഡ് എഴുതിയിരിക്കുന്നത്, അങ്ങനെ വെച്ച് പറയുകയാണെങ്കിൽ സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് പ്ലസ് ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, അങ്ങനെയാണ് പ്രോഡക്റ്റ് റൂൾ വരുന്നത്. അതുപോലെ ഇവിടെ വന്നിരിക്കുന്നത് യുവിന് പകരം എക്സ് റൈസ് ടു 4ഉം വിക്ക് പകരം സൈൻ എക്സ് വൈ ക്യൂബുമാണ് വന്നിരിക്കുന്നത്. സോ യു വി എന്ന് പറയുമ്പോഴത്തേക്കും ഡെറിവേറ്റീവ് ഞാൻ പറഞ്ഞിരുന്നു യു ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വി. വി എന്ന് പറയുന്നത് സൈൻ ഓഫ് എക്സ് വൈ ക്യൂബാണ്. സൈൻ ഓഫ് എക്സ് വൈ ക്യൂബ് ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യം സൈനിൻ്റെ ഡെറിവേറ്റീവ് എന്താ, കോസ്, അതെഴുതി കോസ് ഓഫ് എക്സ് വൈ ക്യൂബ്.
അകത്തൊരു ഫംഗ്ഷൻ ഉണ്ട് എക്സ് വൈ ക്യൂബ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അതിൻ്റെ ഡെറിവേറ്റീവും നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ. എക്സ് വൈ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താ? വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലേ ചെയ്യുന്നത്, അപ്പം വൈ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആൻസർ എന്തായിരിക്കും വരുന്നത്? ഫംഗ്ഷനും കോൺസ്റ്റൻറ്റും വന്നിട്ട് ഡെറിവേറ്റീവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. അതാണ് വൈ ക്യൂബ് എന്ന് പറഞ്ഞ് വന്നത്. സോ അങ്ങനെയാണ് ഈ ടേം കിട്ടിയത്. പ്ലസ് റൂളിൽ വരുന്നത് നെക്സ്റ്റ് എന്താ? വി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് ആണ് വരുന്നത്. ഇവിടെ വി എന്ന് പറയുന്ന സൈൻ എക്സ് വൈ ക്യൂബാണ്, അത് എഴുതി. പിന്നെ ഡെറിവേറ്റീവ് ഓഫ് യു എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 4 ആണല്ലോ നമ്മൾ യു ആയിട്ട് എടുത്തത്. എക്സ് റേസ് ടു 4ൻ്റെ ഡെറിവേറ്റീവ് എന്താ? എക്സ് റേസ് ടു എന്നിൻ്റെ എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1. അപ്പോൾ എക്സ് റേസ് ടു 4 ആകുമ്പോൾ 4x റേസ് ടു 4 മൈനസ് 1 4x ക്യൂബ്. അങ്ങനെയാണ് ഇത്രയും ടേം നമുക്ക് കിട്ടുന്നത്. അതൊന്ന് സോർട്ട് ഔട്ട് ചെയ്ത് എഴുതുമ്പോഴത്തേക്കും ഇങ്ങനെ വരും. ഓക്കെ, ഇനി അടുത്തത് ഡോ ഇസെഡ് ബൈ ഡോ വൈ ചെയ്യണം. അതായത് ഇതേ സെയിം കാര്യം തന്നെ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യണം. എക്സ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രോഡക്റ്റ് റൂൾ വരത്തില്ല. കാരണം എന്താ? എക്സ് റേസ് ടു 4 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണല്ലോ. സൈൻ ഓഫ് എക്സ് റേസ് ടു വൈ ക്യൂബ് മാത്രമേ ഫംഗ്ഷനിൽ വരൂ. കാരണം വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എക്സ് കോൺസ്റ്റൻ്റാണ്. സോ എക്സ് റേസ് ടു 4 ഒരു കോൺസ്റ്റൻ്റ് ആണ്. ബാക്കി എന്താ? സൈൻ ഓഫ് എക്സ് റേസ് ടു വൈ ക്യൂബ് മാത്രം എടുത്താൽ മതി. ഇതിങ്ങനെ ചെയ്യണമെന്നില്ല, ഞാൻ ഒരു എളുപ്പ വഴിയാണ് പറയുന്നത്. അപ്പോൾ എക്സ് റേസ് ടു 4 ഡെറിവേറ്റീവ് എടുക്കേണ്ട കാര്യമില്ല, അത് കോൺസ്റ്റൻ്റ് ആണ്. സോ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ ആയിരിക്കും. സൈൻ ഓഫ് എക്സ് വൈ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? കോസ് ഓഫ് എക്സ് വൈ ക്യൂബ്. ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ ആകുമ്പം ഫംഗ്ഷൻ്റെയും കൂടെ ഡെറിവേറ്റീവ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. എക്സ് വൈ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താ? വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. സോ എക്സ് വൈ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എടുക്കുമ്പോൾ എക്സ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ എക്സ് ഇൻറ്റു വൈ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരുന്നത്? 3y². അതറിയാലോ, എക്സ് റേസ് ടു എൻ്റെ ഡെറിവേറ്റീവ് വെച്ചിട്ടാണ് വൈ റേസ് ടു 3 വരുന്നത്. സോ 3y² എന്ന് വരും. സോ ഇത്രയും ടേം മാത്രം എടുത്താൽ മതി. ഇത് എടുക്കേണ്ട കാര്യമില്ല, കാരണം എക്സ് റേസ് ടു 4 ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ ഇതായിരിക്കും സോർട്ട് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ആൻസർ. ഇങ്ങനെയാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുന്നത്. സോ എപ്പോഴും ചോദിക്കുന്ന ഇങ്ങനത്തെ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ അത് ചെയ്ത് പഠിച്ചാലേ നമുക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇഫ് എഫ് ഓഫ് എക്സ് കോമ വൈ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് ഇത്രയും കണ്ടുപിടിക്കണം. എല്ലാം നമ്മൾ ചെയ്തതാണ് വിത്ത് റെസ്പെക്ട് ടു വൈ, വിത്ത് റെസ്പെക്ട് ടു എക്സ്. പിന്നെ എക്സിനും വൈക്കും ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കുന്നേ ഉള്ളൂ. ഇത് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ.